രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ്. അതിന് ദാവീദ് മറുപടി പറഞ്ഞത്, കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ സ്വന്തം ഭാര്യ അനുവദിക്കാതിരുന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു, ഞാൻ ഇടയ ബാലനായിരുന്നു, എന്നെ എൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്ക് എന്നെ അവകാശിയാക്കിയത്. ഇപ്പോഴെന്നോട് പറയുന്നു എൻ്റെ വംശത്തിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുക. പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. കാര്യം ബത്ശേബയോട് ദാവീദ് പറഞ്ഞായിരുന്നു, നിൻ്റെ ഭർത്താവിനെ ഞാൻ കൊന്നു. എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഇന്നെനിക്ക് താങ്ങാനാവാ ദുഃഖമുണ്ട്. പക്ഷേ നിന്നെ ഞാൻ സന്തോഷിപ്പിക്കാം. അന്ന് നമ്മൾക്ക് വേണ്ടി പിറന്ന കുഞ്ഞിനെ ആയിരിക്കും ഞാൻ രാജാധികാരം കൊടുക്കുക. അത് ബത്ശേബയോട് ചെയ്ത വാക്കാണ്. അത് അബ്സലോം അറിഞ്ഞത് കൊണ്ടാണ് ദാവീദിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അബ്സലോം വടിതടി ആയുധങ്ങളുമായിട്ട് ദാവീദിനെ ഓടിച്ചിട്ടതും ദാവീദ് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നതും. ഇത് ഉടമ്പടിക്കാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഉടമ്പടിക്കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ നെഗറ്റീവായിട്ട് സംഭവിച്ചാലും, അപ്പോൾ ഹൂഷായി എന്നൊരാൾ ഉടനെ ദാവീദ് ഇങ്ങനെ അബ്സലോം ഓടിച്ചിട്ട് ജനങ്ങളും പട്ടാളവും എല്ലാം അബ്സലോമിൻ്റെ കൂടി ദാവീദിൻ്റെ കൂടെ അവസാനം കരിയുമ്പോൾ വരാൻ കയ്യിൽ പോലെ 5-8 പേരെ ഉണ്ടായുള്ളൂ. അയാൾ ഒലിവുമലയുടെ മുകളിൽ കൂടി ഓടി രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഷേമായി എന്ന് പറഞ്ഞ സാവൂളിൻ്റെ ബന്ധു ഇയാളെ കല്ല് പെറുക്കി എറിയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നലെ വരെ രാജാവായിരുന്നവനെ ഇന്നൊരു പ്രജ കല്ല് പെറുക്കി എറിയുകയാണ്. അടുത്തുകൊണ്ട് ഹൂഷായി കൂടെ എന്നിട്ട് ഹൂഷായി പറയും, യജമാൻ നീ ചത്തപ്പെട്ട തല ഞാൻ എടുക്കുമെന്ന് പറയും. അപ്പോൾ ദാവീദ് പറയാൻ, അടങ്ങുക, കർത്താവായിരിക്കും ചിലപ്പോൾ അവരോട് പറയണത് കല്ലുവർക്ക് എറിയാൻ പറഞ്ഞത്. പിന്നെ കർത്താവ് പറഞ്ഞാൽ എനിക്കെങ്ങനെ എതിര് പറയാൻ പറ്റും? കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്തുതിക്കട്ടെ. എനിക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആകാശത്ത് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലും നിങ്ങൾ പതറിപ്പോകരുത്. യു മസ്റ്റ് ഗെറ്റ് ഓൺ. അതായത് അത് ഇതിൻ്റെ ഉള്ളതാണ്. ഇപ്പം നിങ്ങളവിടെ ഉറങ്ങാതെയും കഞ്ഞി കുടിക്കാതെയും അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാതെയും ഇങ്ങനെ അവസാദം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറരുത്. നീ നിൻ്റെ ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കുമെന്നുള്ള ബോധ്യത്തിൽ തന്നെ നീ ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം വരെ നീ കാത്തിരിക്കണം. എന്താ കാര്യം വെച്ചാൽ ദാവീദിൻ്റെ കാര്യം കണ്ടേ, 2 നിയമാവർത്തനം 2 സാമുവേൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 2 സാമുവേൽ 15:20. ശ്രദ്ധിക്കട്ടെ. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? ഇതാണ് ഹൂഷായോട് പറയണതാണ്. ഹൂഷായി ഇങ്ങനെയുടെ ഒരു സ്വന്തക്കാരനായിരുന്നു ദാവീദിൻ്റെ. പക്ഷേ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ്. ദാവീദിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ ഉപനാരികളെ മട്ടുപ്പാവിൽ വെച്ച് അബ്സലോം പരസ്യമായിട്ട് വ്യഭിചരിച്ചു. അങ്ങനെ ദാവീദിന് ഒരു വിലയും നിലയുമില്ലാതെ റെഡ്യൂസിൻ്റെ 0 മൈനസായിട്ട് വരികയാണ്. അങ്ങനെ അവൻ തലയെ തുണിയിട്ട് ഞാൻ രാജാവല്ലേ, നാട്ടുകാരെ കല്ലെറിയുമ്പോൾ ഞാൻ രാജാവല്ലേ എന്നറിയാതിരിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത്. പക്ഷേ ഈ ഹൂഷായി എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും. കാര്യം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. അതാണ് ഹൂഷായി. അതാ ആ ഹൂഷായിയോട് ദാവീദ് പറയുന്ന മറുപടിയാണ്. അഗൈൻ റീഡ് ഇറ്റ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക, കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും 2 സാമുവേൽ 10:15-20 പറയുന്നത്, ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പുള്ളി ചാർജ് എടുത്തതിൻ്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത്. അത് ഇന്നലെ മാത്രം വന്ന് നീ എങ്ങോട്ടാണ് പോകണമെന്നറിയാത്ത എന്നോട് കൂടി എന്തിനാണ് വരണത്? അതൊക്കെ
ഉടമ്പടിയുടെ ആളാണ് ഈ ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. പക്ഷെ ഒരു നിമിഷം ദാവീദിൻ്റെ ജീവിതത്തിലും താൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ദാവീദ് പറയുന്ന ഹൂഷയോട് പറയും, നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും. അത് പരിശുദ്ധാത്മാവും. നമ്മൾ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടു പോകത്തില്ല. അതൊന്ന് തിരിച്ചറിയണം. കൈ എട്ടിച്ച് കർത്താൻ സുള്ളല്ലേ. ദാവീദ് പെട്ടെന്ന് ഹൂഷായിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും, കാര്യം ദാവീദിന് വിശക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നു, ഭയങ്കര പൊരുവെയിലിൽ 45 ഡിഗ്രി ചൂടിൽ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷായോട് പറയണതാണ്. എന്താ പറയണത്? നീ എൻ്റെ കൂടെ വരണ്ട. ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പോലും എനിക്കൊരു പിടിയുമില്ല. ഞാൻ നശിച്ചാലും നീ രക്ഷപ്പെടണം. നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ നമുക്കറിയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രികൾ ചില സമയത്ത് വരും. പക്ഷെ എന്നും രാത്രി ആകത്തില്ല, പ്രഭാതം വരും. ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ. കൈയടിച്ച് കിടത്താൻ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളെ എന്നെ ശ്രദ്ധിക്കുക. കർത്താവ് എന്നിലൂടെ സംസാരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ കവാടങ്ങൾ അച്ഛനിലൂടെ ഞങ്ങൾക്ക് തുറന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ജനങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമായാലും കഷ്ടപ്പാടായാലും കടമായാലും നിങ്ങൾ ഉടമ്പടിയിലാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകത്തില്ല. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോംവഴികളുമെല്ലാം ദൈവനിവേശിതമായിരിക്കും. ആ ദൈവനിവേശിതമായ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടോടുകൂടിയാണ് ദാവീദ് ഹൂഷായോട് പറയണത്, നീ വേഗം അബ്സലോമിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണോ നിൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിച്ചത് അതുപോലെ മകനായി ഞാനും നിന്നെ ശുശ്രൂഷിക്കുമെന്ന് അബ്സലോമിനോട് പറയുമ്പോൾ നിന്നെ അബ്സലോം അവൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് നീ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് രഹസ്യമായി വിവരം തരണം, നമ്മളൊരു ദിവസം കാണുമെന്ന് പറയും. അതാണ് സംഭവം. ആ ഒറ്റ തീരുമാനത്തിലാണ് ദാവീദ് തിരിച്ചു വരണത്. പക്ഷെ പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ദാവീദ് ഈ ഹൂഷായി മുതൽ അറിഞ്ഞിട്ട് ദാവീദ് തന്നെ പോയി ദാവീദിൻ്റെ കൈവശം കുറച്ച് കഴിയുമ്പോൾ പട്ടാളക്കാർ വരാൻ തുടങ്ങും, പലതരത്തിലുള്ള പട്ടാളക്കാർ. പിന്നെ അബ്സലോമിനെ തുരത്തി അവിടെ താമസിച്ച് വീണ്ടും ദാവീദ് രാജാവാകുമ്പോഴേ ഈ ഹൂഷായി പ്രധാനമന്ത്രിയാവും. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും വിചാരിക്കണം നിങ്ങളെ പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോഴുള്ള പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെടാതിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ല, സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈ ഇട്ടിച്ച് കിടന്നിട്ട് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ആ സുവിശേഷത്തിന് വേണ്ടിയാണ്, വിശ്വസ്തത്തിന് വേണ്ടിയാണ്, വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് മക്കളെ രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് എപ്പോഴും
ഒരു വോൾട്ടേജ് നഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഉടമ്പടി ജീവിക്കുന്നുള്ള കാലം ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പളിച്ച വന്നാലും നമ്മൾക്ക് അവിശ്വസ്ത വന്നാലും ദൈവം 2 തിമോത്തി 2:13 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഈ തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ലാത്ത കൊണ്ട് നീ ദൈവമായിട്ടുള്ള കണക്ഷൻസ് നീ തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടാലും ദൈവം തൻ്റെ കണക്ഷൻ നഷ്ടപ്പെടുത്തത്തില്ല, ഫീസ് ഊരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഫീസ് വരും. അതെപ്പോഴും അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ അവസാനം വിശന്ന് കുരഞ്ഞ് തല കറങ്ങി ഈ ഒലിവ് മല ഇറങ്ങി വരുന്ന ഒരു സാവൂളിന് അല്ല ദാവീദിന് വചനം പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ദാവീദിങ്ങനെ 10-12 ആൾക്കാരുമായിട്ട് ഇങ്ങനെ തകർന്ന് വരികയാണ്. ഹുഷായിനെ പറഞ്ഞ് വിട്ടതിന് ശേഷം പിന്നെ മുമ്പോട്ട് പോയിട്ട് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ സീബ എന്ന് പറഞ്ഞൊരു വിശ്വസ്തം വരും. അതാണ് വിഷയം. നിന്നെ ടോട്ടലായിട്ട് നിൻ്റെ ദൈവം അബാൻഡൻ ചെയ്യത്തില്ല. ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല. ശ്രുതികട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ കുറേ കഴുതപ്പുറത്ത്, അതായത് കുറേ കൊട്ടയും കൊണ്ടാണ് സീബ വരണത്. അപ്പോൾ ദാവീദ് സീബയോട് ചോദിക്കും, ക്ഷമല്ലേ, എന്താണ് നിൻ്റെ അകത്ത്? അപ്പോൾ സീബ പറയും, നിനക്കും നിൻ്റെ സഹോദരങ്ങൾക്കും വിശക്കുന്നുണ്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അത് കാരണം മുന്തിരി അടകളും വീഞ്ഞും കൊണ്ട് നിന്നെ സൽക്കരിക്കാൻ ഞാൻ വന്നതാണ്. നമ്മൾ എങ്ങനെ ആയാലും ദൈവം തൻ്റെ പരിപാലനയും വിശ്വസ്തയിലും മാറി നിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു ചരട് നിനക്കിട്ട് തരും. ദൈവത്തിൻ്റെ കയ്യിൽ ഒത്തിരിയേറെ വാതിലുകളുണ്ട്. അതുകൊണ്ട് എപ്പോൾ എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാനാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയണത്. സീബ കുറേ അത്തിയട, നമുക്കറിയാമല്ലേ, വിശന്ന് ഞാൻ മലയാറ്റൂർമല കയറിയപ്പോൾ ഞാൻ തളർന്ന് വല്ലാത്ത അവസ്ഥയിൽ ഒരു തലപ്പോച്ചിൽ പോലെ വന്ന്, അപ്പോൾ അവിടെ കന്യാസ്ത്രീ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കണ കണ്ട് എനിക്കിത്തിരി കഞ്ഞി തന്നു. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഓക്കെയായി. കാരണം ടൈം അതാണ് ശരിക്കും, ഒരു 1-1:30 മണിയായി. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എവിടെ നിന്ന് ഇത്തിരി വെള്ളം കിട്ടുമെന്ന്. കാര്യം പെരുന്നാൾക്കാലത്തല്ല ഞാൻ പോയത്. അവിടെ മലമുകളിൽ ആൾക്കാരൊക്കെ ശുശ്രൂഷകരൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെയാണ് സാവൂൾ ദാവീദിന് സംഭവിച്ചത്. ഇത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. നീ ദൈവം നിന്നെ കൈവിട്ടെന്ന് സ്വപ്നത്തിൽ പോലും പറയരുത്. എന്താ കാര്യം? അതാണ് 13 പറയണത്, ഹെബ്രായ 13 പറയണത്. ഒരു കാരണവശാലും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹെബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് സംഭവം. അതുകൊണ്ടാണ് സീബാനെ വിട്ടത്. ഇവരെല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അത്തിയടകൾ 20 അത്തിയട, അതിൻ്റെ ഇരട്ടി മുന്തിരി അടകൾ, പിന്നെ അപ്പം, പിന്നെ 12 ജാറ് വീഞ്ഞ് എല്ലാം കൊണ്ടാണ് വരണത്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം. സീബ ദൈവത്തിൻ്റെ പരിപാലന, അതായത് മനുഷ്യൻ കൈവിട്ടാലും, സ്വന്തം മക്കൾ അബ്സലോം ഉൾപ്പെടെയുള്ള മക്കൾ കൈവിട്ടാലും നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൈവിടത്തില്ല. കൈ അടിച്ച് കർത്താൻ. 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തനം 23:5 എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. അബ്സലോം ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലുള്ളവരെല്ലാം ശത്രുക്കൾ. സാവൂളിൻ്റെ കുടുംബക്കാർ ശത്രുവായത് കൊണ്ടാണ് ക്ഷേമായി വന്നു നിന്നെ കല്ലെറിഞ്ഞത്. അപ്പം സാവൂളും പഴയ രാജാവും അയാളുടെ കുടുംബക്കാരും സ്വന്തം മകനെ അബ്സലോവും ഇവനെ നാട് കടത്തുന്ന സമയത്ത് പോലും
ആ ശത്രുക്കളെല്ലാം കാണിക്കേ അവിടുന്ന് എനിക്ക് വിരുന്നിരിക്കും. ഇതൊരു ഭയങ്കര ഹോപ്പാണ്. എല്ലാവരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരും നിന്നെ സന്ധിക്കുമെന്ന് പറഞ്ഞവരും നിനക്ക് പ്രത്യാശ നൽകിയവരും ഒരു നിമിഷം നിൻ്റെ ശത്രുവായി മാറിയാലും നിന്നെ കൈവിട്ടാലും നിൻ്റെ ജീവിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നേറ്റ ദൈവം, നിനക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് പറഞ്ഞ ദൈവം, എൻ്റെ ദൈവവേദനെ നിന്നെ കൈവിടത്തില്ല. ഇത്തരം ക്ലേശങ്ങൾ ദൈവം അനുവദിക്കുന്നു. നിനക്കറിയാവല്ല, ഉടമ്പടിയുടെ കാലം നിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലമാണ്. ഈ വസന്തകാലത്തും നമുക്കറിയാം മാവൊക്കെ പൂക്കണ ഒരു സമയമില്ലേ? പക്ഷെ മാവ് പൂത്ത് ഉണ്ണിയാകണ സമയത്ത് പെട്ടെന്നൊരു മഞ്ഞ് വീഴ്ചയും മഴയും വന്നിട്ട് ഉണ്ണിയെല്ലാം അടന്നു പോകും. മാവ് പിന്നെ രണ്ടാമത് പൂത്തിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ആദ്യത്തെ ഉണ്ണികൾ അടന്നു പോയാലും വസന്തത്തിലും മഴകൾ നിന്നെ ചതിച്ചാലും നിന്നെ ദൈവം നിന്നെ ചതിക്കത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ നമ്മൾ കൃപയുടെ കാലത്ത് പോലും വസന്തത്തിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലത്ത് പോലും മഴ പെയ്യുകയും ഉണ്ണികൾ അടർന്നു പോവുകയും ചെയ്യണത് എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിലെ ഇത്രയും വലിയ ക്ലേശങ്ങളുടെ ഒരു കാലം വന്നത്? ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഉടമ്പടിക്കാലം കൃപയുടെ കാലമാണ്. കൃപയുടെ കാലത്ത് ഇത് നാളെ മാറിപ്പോവുകയും അതേസമയം തന്നെ നീ സീറോ ആകുകയൊക്കെ ചെയ്യും. കാര്യം ഇന്ന് നീ കാണിക്കുന്ന ദൈവസ്നേഹം, ഇന്ന് നീ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത, ഇന്ന് നീ കാണിക്കുന്ന സൽപ്രവൃത്തികൾ, ഇന്ന് നീ കാണിക്കുന്ന വിശ്വാസം നാളെ ചിലപ്പോൾ നിൻ്റെ സാഹചര്യത്തിൽ നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പം അങ്ങനെ വരേണ്ട കാലത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ആർജിക്കുന്ന ആത്മീയ ആസ്തികളായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ആസ്തി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അവർ ഓൺ എക്സ്പീരിയൻസ്. നമ്മളുടെ അനുഭവങ്ങളാണ്. ദൈവം വ്യത്യസ്തങ്ങളായ പ്രതികൂല അനുഭവങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം അനുഭവത്തിലൂടെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. നടപടി പുസ്തകം 17:26-27. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലം. അതെ, അടുത്തത്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. ഇത് ഏറ്റു പറഞ്ഞ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനൊരു കാലാവസ്ഥ ഭേദമുണ്ടായാൽ ഓർക്കേണ്ട ഇതാണ്, ദൈവം അനുഭവം തരാൻ പോണെന്നതിൻ്റെ അർത്ഥം. മക്കളെ മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ യു ക്യാൻ എക്സ്പെക്റ്റ് ആൻ എക്സ്പീരിയൻസ്. എന്തെങ്കിലും പ്രതികൂലമായ ഒരു ജീവിതാവസ്ഥ നിനക്കുണ്ടായാൽ നിനക്കറിയാം ബ്ലെസ്സിങ്, അതായത് ഒരു അനുഗ്രഹം നിൻ്റെ മുമ്പിലുണ്ടെന്ന് അർത്ഥം. ഇതൊരു പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ വേഗമായിട്ട് നിങ്ങളെ സൂചിപ്പിക്കുകയല്ല. ദിസ് ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഇത് ദൈവപരിപാലനയുടെ ഒരു നേച്ചറാണ്. അതായത് എന്തെങ്കിലും ഇപ്പം സന്ധ്യയിൽ കരച്ചിൽ വന്നാൽ ജീവിതകാലം മുഴുവൻ സന്ധ്യയും ജീവിതകാലം മുഴുവൻ കരച്ചിലുമായിരിക്കത്തില്ല. പ്രഭാതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. കൈ ഇടിച്ച് കർത്താവേ. എന്താ ഈ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്നത് വേറെ ആരുടെയോ അനുഭവത്തിലാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയണത് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം അനുഭവത്തിലല്ല, വേറെ ആരുടെയോ അനുഭവത്തിലാണ്. നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളെ കാറ്റഗിസം പഠിപ്പിച്ച സാറിൻ്റെയോ അനുഭവത്തിൽ നിന്നാണ്. ഇത് നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റത്തില്ല. കണ്ടവൻ്റെ എക്സ്പീരിയൻസ്, കണ്ടവൻ്റെ അനുഭവങ്ങൾ ആരായാലും അവരുടെ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളിരുന്നാൽ
നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ദൈവം നമ്മോട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് ബൈബിള് 17:26 നടപടി പുസ്തകം പറയണത് ഇങ്ങനെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം. ദാവീദിനുണ്ടായ പോലെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം യു മസ്റ്റ് എക്സ്പീരിയൻസ് യുവർ റെഡീം ഗോഡ് ബൈ യുവർ എക്സ്പീരിയൻസ്. നിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ നീ അനുഭവിക്കണം. അത് ഒരു പരിപാലനയുടെ ഭാഗമാണ്. ആ അനുഭവമാണ് ദാവീദിനുള്ളത്. ദാവീദ് സംഗീതത്തിൽ എഴുതുന്നത് എന്താണ്? ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ്. അതെന്താ കാര്യം എന്നറിയാമോ? പാനപാത്രം ഒരിക്കലും ഈ ശത്രു ഒത്തുതീർപ്പിലെത്തുന്നത് വരെ ഇസ്രായേലിൻ്റെ ചരിത്രവും സംസ്കാരവും പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് ഉപചാരം കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ വീട്ടിലെ ഒരാൾ വരുമ്പോൾ നമ്മൾ ചായ കൊടുക്കത്തില്ലേ? അപ്പോൾ അവർ വൈനാണ് കൊടുക്കുന്നത്, യഹൂദന്മാർ. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വടിവാൾ കൊണ്ട് വെട്ടാൻ ഓടിച്ചിട്ട് അവൻ നമ്മുടെ വീട്ടിൽ കയറുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ വീട്ടുകാരന് ഉടനെ അവന് വൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സംസ്കാരം വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിച്ച് തീരണവരെ അവനെ തൊടാൻ പാടില്ല. ആ സമയത്ത് ഈ വീട്ടുകാരൻ പുറത്ത് വന്നിട്ട് അവന് നിരതദ്രവ്യം കൊടുത്തിട്ട് ഇവൻ്റെ ജീവൻ രക്ഷിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറയണത്, ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കി എൻ്റെ പാനപാത്രം. കാര്യം അതൊരിക്കലും, അതായത് ദാവീദിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈ ശത്രു തളരുന്നത് വരെ പാനപാത്രത്തിലേക്ക് ദൈവം ഇങ്ങനെ ഒറ്റയും പെട്ടയുമായിട്ട് അനുഗ്രഹങ്ങൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ നിനക്ക് വരേണ്ട കാലം ടോട്ടലി ഡ്രൗട്ടായിട്ടുള്ള കാലം നിനക്കുണ്ടാവത്തില്ല. നീ ഉടമ്പടിയിലാണ് ദൈവം പൈതലെ. അതുകൊണ്ട് തന്നെ ഇടക്കും തലക്കുമൊക്കെ യു വിൽ ഫീൽ ദ പ്രസൻസ്. അതായത് നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. കഴിഞ്ഞ